ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സൗത്ത് കരോളിനയിലെ ചാൾസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് സിറ്റിയിലോട്ടാണ്. അതൊരു ബീച്ച് സിറ്റി കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വെതർ അത്ര നല്ലതല്ലാത്തവരെ നമ്മൾ ബീച്ചിൽ ഇറങ്ങുന്നുണ്ടാവില്ല. ജസ്റ്റ് ഫോട്ടോസിന് വേണ്ടി മാത്രമേ ബീച്ചിൽ പോകുന്നുള്ളൂ. പക്ഷെ അവിടെ കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ കുറേ ബിൽഡിങ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പുതപ്പൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ അമ്മു, റെഡി അല്ലേ? മാളു ഇവിടെ നോക്കേ സെറ്റ്, ഫുള്ള് സെറ്റ്. ഓക്കെ, ശരി. ഇത് കണ്ടോ, അമ്മുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആരാന്ന് നോക്കി. അയ്യോ, ഫുള്ള് കൊള്ളാം, അടിപൊളി അമ്മു. നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഞങ്ങൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അത് നന്നായതായാലും, കാരണം അതുകൊണ്ട് 10 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പം നമ്മുടെ ഈ ട്രിപ്പ് ഓൾമോസ്റ്റ് എല്ലാം പ്ലാൻ ചെയ്ത് ChatGPT നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്യൂയിങ് പോയിന്റ്സ്, പാർക്കിംഗ് സ്പോട്ട്, അതെല്ലാം ChatGPT പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഞങ്ങൾ പാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്ഥലം കാണാനായിട്ട് ഇറങ്ങി. ഹലോ ഗൈസ്, ഇതാണ് പൈനാപ്പിൾ ഫൗണ്ടൻ. ഇത് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ്. ഇത് ഫൗണ്ടൻ കണ്ടോ, ഒരു പൈനാപ്പിളിൻ്റെ പോലെ ഇല്ലേ? No, it's okay. ഹലോ, അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ മൊസറല്ല സ്റ്റിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗാർലിക് ബ്രെഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഗാർലിക് ബ്രെഡ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളിയാണോ? ഇത് സൗത്ത് കാരോളിന ഈ ചാൾസ്റ്റൺ 17th സെഞ്ച്വറിയിലും 18th സെഞ്ച്വറിയിലൊക്കെ സ്ലേവ്സിൻ്റെ ഒരു മാർക്കറ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കുന്ന പോലെ കടയിൽ പോയി ഓരോ ആളുകളെ മേടിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഇവിടുത്തെ റെയിൻബോ ബിൽഡിങ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല റെയിൻബോ കളേഴ്സിലുള്ള ബിൽഡിങ്സുകൾ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ ആണത്. അമ്മ അമ്മ ഒളിച്ചിരിക്കുകയാണോ? അമ്മ റെയിൻബോ ബിൽഡിംഗ് ഉണ്ടോ? അപ്പോൾ ഇതിന് ഇവിടെ റെയിൻബോ റോ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 1740s ഒരു മർച്ചൻസിൻ്റെ ഒക്കെ ഒരു വീടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 1930s ഇവർ ശരിക്കും പറഞ്ഞാൽ റെനോവേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രൈറ്റ് കളേഴ്സിലോട്ട് മാറ്റിയത്. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ കൗണ്ടി തന്നെ ഇത് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ഇവിടുത്തെ ഈ സ്ട്രീറ്റൊക്കെ ഒരു ഭയങ്കര പഴയ കാലഘട്ടത്തിലെ സ്ട്രീറ്റ്സൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടത് വഴി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ട ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു വീടിന്റെ സെറ്റപ്പ് പോലെ തന്നെ അല്ലേ? നാട്ടിലെ അഗ്രഹാരങ്ങളിൽ ഇത് ഇവിടെ നോക്കിയിട്ട് എന്ത് രസാന്ന് നോക്കിയേ. ബാക്കി കാണുന്നതെല്ലാം ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാൾസ്റ്റന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ആണ്. പിന്നെ ഇവിടുത്തെ റോഡ് അതെല്ലാം ഒരു പഴയ കാലഘട്ടത്തിലെ പോലെ തന്നെയാണ് പലതും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആലോചിച്ചൊക്കെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ്, ചായയൊക്കെ കുടിച്ച് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാൻ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഫോട്ടോ വെച്ച് എത്തിയ പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ നടന്ന് വൈറ്റ് പോയിന്റ് ഗാർഡനിലെത്തി കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പാർക്കാണ്, ലേക്ക് വ്യൂ ഉള്ള ഒരു പാർക്ക്. അപ്പോൾ ഇവിടെ സിവിൽ വാറിലുള്ള യൂസ് ചെയ്ത ക്യാനൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ഇവിടെ കണ്ടോ ബാക്കിലെ മതിലൊക്കെ ഫുള്ള് പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കുക അടിപൊളിയായിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പാർക്കിങ്ങിലോട്ടോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.